ഇന്ന് രാവിലെ ഏനപ്പോയ മെഡിക്കൽ കോളേജിലേക്ക് ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം എവിടെ നിന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ അവിടെ അടുത്തൊന്നും നല്ലൊരു സ്പോട്ട് കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്ത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഷാഫി പറഞ്ഞു ബന്ദിയോടുള്ള നാഷണൽ ഹോട്ടലിലേക്ക് കയറാമെന്ന്. അവിടെ രാവിലെ തന്നെ ചായയുടെ കൂടെ അത്യാവശ്യം നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ടെന്ന്. വീട്ടിൽ നിന്നും ഏകദേശം 4:45 തന്നെ ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് നന്നായി വിശന്നിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 7:45 ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഇവിടെ കഴിക്കാൻ കൽത്തപ്പം, ഇടിയപ്പം, വെള്ളയപ്പം, ഉഴുന്നുവട, കടല പുഴുങ്ങിയത് ഈ ഐറ്റംസ് ഉണ്ടായിരുന്നു. കൂടാതെ മറ്റു പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് പൂരിയും കീമയും കടല പുഴുങ്ങിയതും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. ഇത് കീമ എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. കീമ ബീഫിൻ്റെ ഐറ്റംസാണ്. ബീഫ് പച്ചപ്പട്ടാണിയും മസാലയും ചേർത്തിട്ടുള്ള ഒരു ഐറ്റമാണ്. കീമ പൊറോട്ട നല്ലൊരു കോമ്പിനേഷനാണ്. രാവിലെ തന്നെ കാസർഗോഡ് ചില ഹോട്ടലുകളൊക്കെ ഇത് സുലഭമായി ലഭിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് കൂടിയാണിത്. എന്നാൽ ഒന്ന് കഴിച്ചു നോക്കാം. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഓരോ ആൾക്കാരുടെയും മുഖത്തെ ഭാവങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഭക്ഷണത്തിൻ്റെ രുചി അറിയാം. എങ്കിലും രാവിലെ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു ഹോട്ടൽ തന്നെയാണിത്. ടേസ്റ്റ് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ചില ആൾക്കാർക്ക് ഡെലീഷ്യസ് ആയിരിക്കും, ചില ആൾക്കാർക്ക് എമ്മി ആയിരിക്കും, ചില ആൾക്കാർക്ക് നല്ല അഭിപ്രായം തോന്നണമെന്നില്ല. ഒരാളുടെ ടേസ്റ്റ് ഡിഫറൻ്റ് ആണ്. ഓരോ ആൾക്കാരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. കീമ എങ്ങനെയുണ്ട്? കീമ കുഴപ്പമില്ല. എനിക്കും കീമ മോശമായിട്ടൊന്നും തോന്നില്ല. നല്ല കീമയുടെ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. പിന്നെ കൂടാതെ കീമ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സ്ഥലം ബന്ദിയോട് ഉപ്പള ഭാഗത്ത് തന്നെയാണ്. ബന്ദിയോടുള്ള നാഷണൽ ഹോട്ടലാണല്ലോ ഞങ്ങളിപ്പോൾ ഉള്ളത്. ഒരു പക്ഷേ ആൾക്കാർക്ക് ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ തോന്നുന്ന ഒരു ഹോട്ടൽ കൂടിയായിരിക്കും.